എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ രോഹിത് കൃഷ്ണകുമാർ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം പ്രധാനമായിട്ടും 28 ദിവസ മൊബൈൽ റീചാർജ് പ്ലാനുകളിൽ വരുത്തേണ്ട പ്രധാന മാറ്റങ്ങളെ പറ്റിയാണ്. നമുക്ക് ഇപ്പം നിലവിൽ 28 ദിവസമാണ് കമ്പനിക്കാർ ഒരു മാസമായിട്ട് പരിഗണിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ 28 ദിവസമായിട്ട് ഒരു മാസം പരിഗണിക്കുമ്പോൾ ജനുവരിയിൽ 28 ദിവസം മാത്രമല്ലല്ലോ, ഫെബ്രുവരി മാത്രമേ ഉള്ളൂ 28 ദിവസം. ബാക്കിയുള്ള 11 മാസങ്ങളിലും 30-31 ദിവസങ്ങൾ കണക്കാണ്. അപ്പോൾ ഇവരുടെ കണക്ക് വെച്ച് 28 ദിവസം എന്നത് ഒരു മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണമാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ ഒരു കാര്യം ഊറ്റുന്ന പരിപാടിയല്ലേ. നമ്മൾ 12 റീചാർജ് ചെയ്യേണ്ടടുത്ത് 13 റീചാർജാണ് ചെയ്യുന്നത്, ശരിയല്ലയോ? അപ്പോൾ നമ്മുടെ ഒരു രീതി എന്ന് പറയുമ്പം ഈ 28 ദിവസം എന്നുള്ള പറഞ്ഞ പരിപാടി ഞങ്ങൾ മാറണം. എന്നിട്ട് ഈ 12 മാസത്തിൽ 365 ദിവസങ്ങളല്ലേ നിലവിലുള്ളത്. ഈ 12 മാസത്തിൽ നമുക്ക് 30, 31 എന്നീ ദിവസങ്ങൾ ഉള്ള മാസങ്ങൾ ഫെബ്രുവരി ഒഴികെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയാനുള്ളതെന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ. ഈ 12 മാസങ്ങൾക്കും പ്രത്യേകമായിട്ട് ഓരോ പ്ലാനുകൾ കൊണ്ടുവരണം, റീചാർജ് പ്ലാനുകൾ. 1 GB 2 GB എന്നുള്ള കണക്ക് വെച്ച് 12 മാസങ്ങൾക്കും വേറെ പ്ലാനുകൾ കൊണ്ടുവരണം. ഇപ്പോൾ ജനുവരിയിൽ ഒരു പ്ലാന്, 1 GB ഒരു പ്ലാന്, 2 GB ഒരു പ്ലാന് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ജനുവരിക്കൊരു പ്ലാന്, ഫെബ്രുവരിക്കൊരു പ്ലാന്, അങ്ങനെ. അതായത് ഓരോ മാസത്തിനും ഓരോ പ്ലാൻ കൊണ്ടുവരുമ്പം ആ മാസത്തെ തന്നെ ദിവസങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് വേണം ആ മാസത്തെ പ്ലാൻ ഉണ്ടാകാൻ, ശരിയല്ലേ? അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും 12 റീചാർജ് മാത്രമേ നമുക്ക് ചെയ്യേണ്ടി വരത്തുള്ളൂ, ശരിയല്ലയോ? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പം ഈ അതാത് മാസക്കണക്ക് നമ്മളിപ്പോൾ പറഞ്ഞു. 12 മാസം, അതിൽ 30-31 ദിവസം, ഫെബ്രുവരി ഒഴികെ 28 ദിവസം ഉള്ള ഫെബ്രുവരി ഒഴികെ 30-31 ദിവസമുണ്ട്. ഈ മാസം, അതായത് ഈ മാസങ്ങളിൽ ഏത് മാസം റീചാർജ് ചെയ്താലും, അതാത് മാസത്തെ പ്ലാനിൽ ഏത് മാസം റീചാർജ് ചെയ്താലും, ഏത് മാസത്തെ ഏത് ദിവസം റീചാർജ് ചെയ്താലും ആ മാസത്തെ പ്ലാനിൻ്റെ വാലിഡിറ്റി, അതായത് ആ മാസത്തെ പ്ലാനിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ആ ദിവസങ്ങളുടെ എണ്ണത്തിൻ്റെ തുല്യമായിരിക്കണം. അതായത് ഇപ്പോൾ ഞാൻ ജനുവരി 31 റീചാർജ് ചെയ്യുക, അത് മാസം ജനുവരിയാണ്. അപ്പോൾ ഈ ജനുവരി 31 റീചാർജ് ചെയ്യുമ്പോൾ ഈ ജനുവരിയിലെ ദിവസങ്ങളുടെ എണ്ണം എത്രയുണ്ടോ അത്രയും തന്നെ നമുക്ക് ആ 31 ചെയ്യുന്ന റീചാർജിനകത്തും ഉണ്ടാകണമെന്ന് മനസ്സിലായില്ലേ? കൂടാതെ ഈ പ്രതിമാസം എന്നതിനൊപ്പം 12 മാസത്തേക്കോ അല്ലെങ്കിൽ 1, 2, 3 മാസത്തേക്കോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ടാവണം, ശരിയല്ലേ? അപ്പം അത് ഡാറ്റയിലോ കോളിലോ SMS-ലോ ഒന്നും മാറ്റം ഉണ്ടാകാതെ തന്നെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്കിപ്പോൾ ഈ റീചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ മെയിനായിട്ട് വേണ്ട കാര്യങ്ങളെക്കാട്ടി കൂടുതൽ കിട്ടുന്ന ഈ OTT, വാസ്, പിന്നെ ജിയോ ക്ലൗഡ്, AI ക്ലൗഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത കുറേ പരിപാടികളുണ്ടല്ലോ. നമുക്ക് അടിസ്ഥാനമായിട്ട് വേണ്ടത് കോള്, ഡാറ്റ, SMS, ഇത് മൂന്നും നമുക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടത്. അത് മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേറെ ഓഫറുകൾ കൊണ്ടുവരട്ടെ, ശരിയല്ലേ? അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഒരു ദിവസത്തേക്ക് ഒരു 10 രൂപയ്ക്കകത്ത് താഴെയൊക്കെ ചിലവ് വരത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഡാറ്റ കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇപ്പോഴത്തെ പോലെ ഡാറ്റ ബൂസ്റ്റർ സൗകര്യം ഒക്കെ കൊണ്ടുവരണം. അപ്പോൾ മെയിനായിട്ട് ഇത്രയായിരുന്നു പറയാനുണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോടൊന്ന് അറിയിക്കുക. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ ശ്രമിക്കാം. നന്ദി.